കോഴിക്കോട് നഗരം ആക്രമിച്ചതിന് പിന്നാലെ വാസ്കോഡ ഗാമ കൊച്ചിയിലേക്കാണ് പോന്നത്. അദ്ദേഹം ഒരു പൊന്നിൻ കിരീടം ഉൾപ്പെടെ വളരെ വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി കൊച്ചി രാജാവിനെ പ്രീണിപ്പിക്കുകയും രാജാവിന് അപമാനകരമായ ഒരു ഉടമ്പടിയിൽ അദ്ദേഹത്തെക്കൊണ്ട് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. കൊച്ചിയിലുണ്ടാക്കുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണമെന്നായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥ. കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈനിക കേന്ദ്രങ്ങളും സ്ഥാപിക്കാനുള്ള നിരുപാധികമായ അവകാശവും ഈ ഉടമ്പടി മൂലം അവർക്ക് കിട്ടി. വാസ്കോഡ ഗാമ കൊച്ചിയിൽ താമസിക്കുന്ന കാലത്ത് കൊല്ലത്തു നിന്ന് വീണ്ടും ക്ഷണമുണ്ടായി. കൊച്ചി രാജാവിന്റെ അംഗീകാരത്തോടെ വാസ്കോഡ ഗാമ ആ ക്ഷണം സ്വീകരിച്ചു. 2 പോർച്ചുഗീസ് കപ്പലുകൾ കൊല്ലത്തെത്തി കുരുമുളകും നിറച്ച് കൊച്ചിയിലേക്ക് പോന്നു. ഇതിനിടയ്ക്ക് കൊച്ചിയും കോഴിക്കോടും തമ്മിൽ ഒരു വലിയ സായുധ സംഘടനത്തിനുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു. വാസ്കോഡ ഗാമ താൻ ശേഖരിച്ച ഭീമമായ ചരക്കുമായി തിടുക്കത്തിൽ കൊച്ചി വിട്ടു. സാമൂതിരിക്കെതിരെ സഹായത്തിനു വേണ്ടിയുള്ള കൊച്ചി രാജാവിന്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയില്ല. മടക്കയാത്രയിൽ വാസ്കോഡ ഗാമയ്ക്ക് സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. പക്ഷേ പറയത്തക്ക നാശമൊന്നും സംഭവിക്കാതെ അദ്ദേഹം കപ്പലോടിച്ചു പോയി.